الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لا يخلقون الذباب شيئا إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب وقال النبي صلى الله عليه وسلم من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ ഇലാഹാണ്, നമ്മുടെ ഖാലിഖാണ്. അവനാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നവൻ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ, നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു തആല ഭൂമിയിലേക്ക് നമ്മളെ പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്. ആരാണ് അള്ളാഹുവിനെ ഇലാഹായി, റബ്ബായി, ഖാലിഖായി, മാലിക്കായി വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും അവനെ വഴിപ്പെടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കൽ മാത്രമാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരീക്ഷണത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭൂമിക്ക് ദുനിയാവിന്റെ മുകളിലുള്ള വസ്തുക്കൾക്ക് അലങ്കാരങ്ങളും ഭംഗിയും ആകർഷണീയതയും എല്ലാം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. കാരണം രണ്ടും അതിന്റെ ശരിയായ അവസ്ഥയിൽ പരീക്ഷണം നടക്കണമെങ്കിൽ ശരിക്കുള്ള ആകർഷണീയത, അലങ്കാരം അത് ഭൂമിക്ക് ഉണ്ടാവണം. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. സമ്പത്തും സന്താനങ്ങളും ഭൂമിയുടെ അലങ്കാരങ്ങളാണ്. ഭൂമിക്ക് അല്ലാഹു അലങ്കാരമാക്കി വെച്ചതാണ്. വഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. വേറെ സ്ഥലത്ത് പറയാൻ സീനത്ത്, അലങ്കാരം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അലങ്കാരത്തിൽ അല്ലാഹു ഒരു കാര്യത്തെ അലങ്കരിച്ചാൽ മനുഷ്യൻ എന്തായാലും അതിൽ വീഴുക സ്വാഭാവികമാണ്. അതിൽ ആകർഷണീയത ഉണ്ടാവും, അതിനോട് താല്പര്യം ഉണ്ടാവും. ആ വസ്തുക്കളെ അവഗണിച്ച് റബ്ബായ അള്ളാഹുവിന്റെ കൽപ്പനകളെ, ഖാലിഖായ അള്ളാഹുവിന്റെ കൽപ്പനകളെ ആരാണ് അനുസരിച്ച് അവനെ തൃപ്തിപ്പെടുത്തുന്നത്? ഇതാണ് പരീക്ഷണം. ഇതെല്ലാം മനുഷ്യരെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആണിനെയും പെണ്ണിനെയും രാജാവിനെയും പ്രജയെയും ആലിമിനെയും ജാഹിലിനെയും എല്ലാ ആൾക്കാരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷണം മാത്രമാണ് ഈ ഭൂമിയോട് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇവിടുത്തെ സമ്പത്തോ സന്താനങ്ങളോ അധികാരങ്ങളോ അഡ്രസ്സുകളോ ഒന്നും മനുഷ്യനൊരു ഉപകാരം ചെയ്യൂല ആഖിറത്തിൽ.
എന്താണ് ഉപകാരം ചെയ്യുക? അള്ളാഹുവിലുള്ള അവന്റെ വിശ്വാസവും അവന്റെ അമലുകളും അവന്റെ ഇബാദത്തുകളും അവന്റെ അനുസരണയും ഇത് മാത്രമാണ് അവന് പ്രയോജനം ചെയ്യുക. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയും നിങ്ങളെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത ദിവസം, കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ ഉപകാരം ചെയ്യാത്ത ദിവസം. എങ്ങനെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മനുഷ്യർക്ക് ഈ കാര്യം വ്യക്തമായി ബോധിപ്പിക്കാനാണ് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇതേ പണിയാണ് എടുത്തത്. വസ്തുക്കളിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യർ, വസ്തുക്കളിൽ സുഖങ്ങൾ കണ്ടെത്തിയ മനുഷ്യർ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് വിചാരിച്ച മനുഷ്യർ, അവരുടെ ഇടയിലേക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവനാണ് ഇലാഹ്, ആരാധ്യൻ, അല്ലെങ്കിൽ ഇബാദത്തിന് അർഹനായവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരുന്നവൻ അള്ളാഹു മാത്രാണ്. അള്ളാഹുവിലേക്ക് തിരിയണം, അവനോട് ചോദിക്കണം. എല്ലാ അവസ്ഥകളിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വിട്ടു. ആളുകളെ വസ്തുക്കളിൽ നിന്ന് മാറ്റി സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിലേക്ക് തിരിച്ചു വിട്ടു. ഇതായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം. അള്ളാഹുമായി ഓരോ അടിമകളും അതിന്റെ യഥാർത്ഥമായുള്ള ബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹു തആല അടിമകളെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങളുടെ മേൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ മെനക്കെടേണ്ടി വന്നിട്ടില്ല. അവരവരുടെ പ്രശ്നങ്ങൾ, ദുനിയാവിന്റെ പ്രശ്നങ്ങൾ വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ കുറച്ച് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്താവശ്യം വന്നാലും അവരതിനെ ഒന്നുകിൽ സഹിക്കും, അല്ലെങ്കിൽ അവർ നമസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പട്ടിണിയായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിക്കുന്നു പറഞ്ഞു. സത്യത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ബഹ്റൈനിലേക്ക് ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി ഒരു സഹാബി പോവാണ്. ആ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിക്കുക. സത്യത്തിൽ അവസ്ഥകളിൽ നിന്ന്, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിലേക്ക് അടുക്കലാണ് എന്ന് വ്യക്തമാക്കി കൊടുത്തു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ പട്ടിണി കടന്നപ്പോഴും അവർ പ്രയാസം സഹിച്ചപ്പോഴും അവർ സ്വന്തമായി ആ പ്രയാസങ്ങളെ അള്ളാഹുവുമായി ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ തുടങ്ങി. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയലാണ് ഒരു മനുഷ്യൻ ഭൂമി വന്ന ആദ്യം ചെയ്യേണ്ട പണി. അവന്റെ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുമായുള്ള ബന്ധം യാഥാർത്ഥ്യമാക്കുക. അതിൽ മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാവും, അതിൽ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ സത്യത്തിൽ വിചാരിക്കുന്നത് സ്വസ്ഥതയാണ്, സമാധാനാണ്. അത് സത്യത്തിലുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ മാത്രമാണ്. ആരല്ലാന്റെ കൽപ്പന അനുസരിക്കുന്നോ അവർക്കൊന്നും സമാധാനമായിരിക്കും. ബാഹ്യമായി അവർക്ക് പ്രയാസം ഉണ്ടെന്ന് തോന്നിയാലും സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ പട്ടിണി കടന്നിരുന്നു, പ്രയാസം സഹിച്ചിരുന്നു. പക്ഷെ അവർക്കൊന്നും ആവലാതിയോ വേവലാതിയോ ഇല്ല. അവരുടെ മനസ്സ് ശാന്തമായിരുന്നു, അവർ റാഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അവർ തയ്യാറായി. ഖന്തക്കിൽ സഹാബാക്കൾ കിടങ്ങു കുഴിച്ചു. പട്ടിണിക്കാരാണ് അവർ, ഇന്നത്തെ സെറ്റപ്പുകളൊന്നുമില്ല. അവർ മണ്ണ് മാന്തി, വലിയ കുഴി, കുതിര ചാടിയാൽ എത്താൻ പാടില്ല, ഒരാൾക്ക് ഇറങ്ങി കയറാൻ പാടില്ല, അത്ര ആഴവും അത്ര വീതിയുമുള്ള വലിയ കുഴി കുഴിക്കണം. ഉള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ വെച്ച് അവർ കുഴിക്കാൻ തുടങ്ങി. ഒരു സഹാബിക്ക് പട്ടിണിയായി, വിശപ്പായി, ആരോടും പറഞ്ഞില്ല. വയറിൽ കല്ല് സ്വന്തമായി വെച്ച് കെട്ടി. എന്നിട്ട് വീണ്ടും പണിയെടുത്തു. വിക്രില്ലല്ല, വീണ്ടും പണിയെടുക്കാൻ. പിന്നീട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അസഹ്യമായപ്പോ വന്ന് പറഞ്ഞതാണ്. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ 2 കല്ല് വെച്ച് കാണിച്ചു കൊടുത്തു. നമ്മൾ സാധാരണ വിചാരിക്കും ഈ 3 കല്ലാണ് അവിടെ വെച്ച് കെട്ടപ്പെട്ടതെന്നായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, ഈ സഹാബി വന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. ആദ്യം കെട്ടിയപ്പോ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ ജീവിതം അവർ അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തീർത്തു. എന്തായിരുന്നു അതിന്റെ കാരണം? അവർക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ജീവിതം എന്തായാലും തീരും, ഇത് താൽക്കാലികമാണ്, ഇത് താൽക്കാലികമാണ്, ഈ ജീവിതം എന്തായാലും തീരും, ഇതിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അത് കാലാകാലത്തേക്കാണ്, അത് കാലാകാലത്തേക്കുള്ള ജീവിതമാണ്. അത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, അതവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ ജീവിതത്തിന്റെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടൽ, അധ്വാനിക്കൽ മനുഷ്യർക്ക് എളുപ്പമാണ്. അതിന്റെ വ്യക്തമായ തെളിവുകാരാണ് നമ്മുടെ കേരളക്കാർ. നാട്ടിലൊരു വീടുണ്ടാക്കാൻ
അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നല്ല നിലയിൽ നടത്താൻ, അല്ലെങ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഉപ്പമാർ അവരുടെ ജീവിതം മൊത്തം വിദേശ രാജ്യങ്ങളുടെ ചൂടും തണുപ്പും സഹിച്ചിട്ട് അവർ ചെലവഴിക്കാൻ റെഡിയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എത്ര വലിയ അധ്വാനമാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി. അയാളുടെ ഭാര്യ നാട്ടിലാണ്, അയാളുടെ മക്കള് നാട്ടിലാണ്, അയാൾ ഒരാൾ മാത്രമാണ് ആ വിദേശത്തുള്ളത്. എങ്ങനെ ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കുക? 50-60 കൊല്ലം ആകെ ജീവിതമുള്ളൂ. ഇതിനിടയിലുള്ള കുറഞ്ഞ കാല ജീവിതമാണ്. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഒരു 10-50 കൊല്ലത്തിനിടയിൽ 10-25 കൊല്ലമേ ഉള്ളൂ കുടുംബമായിട്ട് ജീവിക്കാനുള്ളത്. അതും ഫുള്ള് തീർക്കേണ്ട ആൾക്കാർ എവിടേക്കോ കൊണ്ടുപോയി തീർക്കാൻ. എന്താണ് അയാളുടെ മുന്നിൽ ലക്ഷ്യം? എനിക്കൊരു വീടുണ്ടാവണം. എന്റെ ഭാര്യന്റെ കൂട്ടത്തിൽ, എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് വീടുണ്ടാവൂല. എന്റെ മക്കൾക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റൂല. സാർമാരെ ആൾക്കാർ ത്യാഗം ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ട്. സഹാബാക്കളുടെ ത്യാഗം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെയാ അത് നടക്കണം, എങ്ങനെയാ അവരങ്ങനെ ചെയ്തതെന്നൊക്കെ തോന്നുന്നു. അതിനേക്കാളും വലിയ ത്യാഗമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും വലിയ ത്യാഗം ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തിനാണ് ഈ ത്യാഗം എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. പക്ഷെ ഒരു വീട് അതൊരു സ്വപ്നമാണ്. സ്നേഹമാരെ, ആഖിറത്തിൽ ശരിയായ വിശ്വാസം ഉണ്ടായാൽ മനുഷ്യർക്ക് അമൽ ചെയ്യാൻ എളുപ്പവും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എത്ര ഹദീസിന്റെ തുടക്കമാണ് ഇങ്ങനെ ഉള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. എന്തൊക്കെ ഏതെല്ലാം വിധത്തിൽ നിബന്ധങ്ങൾ പറയുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആര് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അത് ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ് എന്നൊരു മനുഷ്യന്റെ ഉള്ളറിഞ്ഞാൽ, നാവറിയലല്ല, ഒരു മനുഷ്യന്റെ ഖൽബിൽ, ഹൃദയത്തിൽ അത് രൂഢമൂലമായാൽ പിന്നെ മനുഷ്യന് ഒരുങ്ങൽ എളുപ്പമാണ്. അതാണെങ്കിലോ തീരാത്ത ജീവിതമാണ്. ഇവിടെ ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ 20 കൊല്ലോ വിദേശത്ത് നിന്ന് ഒരു വീടുണ്ടാക്കിയാൽ അയാൾ വരുമ്പം പിന്നെ അയാൾ വന്നാൽ പിന്നെ ജീവിക്കാൻ കുറച്ച് സമയമുള്ളൂ. ഒരാള് വലിയ വീടുണ്ടാക്കി, അയാളെ അഞ്ചന്റെ മകൻ എന്നോട് പറഞ്ഞു, ആകെ 3 ആഴ്ചയാണ് ആ വീട്ടില് താമസിച്ചത്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. നമ്മൾ ആലോചിച്ച് നോക്കി, ആകെ 3 ആഴ്ചയാണ്. നമ്മൾ എത്ര അധ്വാനം, എത്ര പരിശ്രമം ചെയ്യുന്നില്ല. ഷാഹിറാണെങ്കിൽ അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ കാലാകാലത്തേക്കാണ്. അല്ലാഹു തആല പറയും, വമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ആയത്തിനോട് ചേർത്ത് പറയണം അല്ലാഹു, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ഇനി അതിലൊരു സംശയമില്ല. എന്നിട്ട് അല്ലാഹു പറയണം, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതം വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല കേട്ടോ. എന്നുവെച്ചാൽ ഈ ബോധമുള്ള ആൾക്ക് മാത്രമേ ഈ വിജയം കിട്ടുള്ളൂ. മനുഷ്യനെ ആഖിറത്തിൽ നിന്ന് തടയുന്നത് സത്യത്തിൽ ഭൗതികമായ വസ്തുക്കളോടുള്ള മനുഷ്യന്റെ ഇഷ്ടമാണ്. ഇതിനോടുള്ള ഇഷ്ടമാണ്. ആൾക്കാർ വിചാരിക്കും മദ്യപാനാവും വലിയ കുറ്റാണ്, വ്യഭിചാരാവും വലിയ കുറ്റാണ്, പലിശ അത് വലിയ കുറ്റാണ്. സാർമാരെ, അള്ളാഹുവിനെ മറന്നിട്ടുള്ള ദുനിയാവ് അതിനേക്കാളും വലിയ കുറ്റാണ്. അതിനേക്കാളും വലിയ കുറ്റാണ് അള്ളാഹുവിനെ മറന്നിട്ടുള്ള ദുനിയാവ്. കാരണം ദുനിയാവിന്റെ വസ്തുക്കൾ ഇത് ഹലാലല്ല എന്ന് വിചാരിച്ച് മനുഷ്യൻ അതിന്റെ പിന്നാലെ ജീവിതം തീർത്താൽ അവന് കയറിയിരിക്കാൻ സമയം ഉണ്ടാവില്ല, അവന്റെ ആഖിറത്തിലേക്ക് തീരാനുള്ള സമയം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ചതി, അതാണ് ഇതിന്റെ ചതി. ദുനിയാവ് നീങ്ങിപ്പോകുന്ന നിഴലാണ്, നീങ്ങിപ്പോകുന്ന നിഴലാണ്. അത് ഇങ്ങനെ നീങ്ങിയോണ്ടിരിക്കും. അതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ അധ്വാനവും പ്രയത്നവും പാഴാക്കാറുണ്ട്. അതുകൊണ്ട് സാർമാരെ, സ്നേഹമാരെ, അള്ളാഹുവിനുള്ള വിശ്വാസം, അത് ആഖിറത്തിലുള്ള വിശ്വാസം ഉറച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ ജീവിതം ശരിക്കാവും. അതുകൊണ്ടാണ് ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതിന്റെ ഇടയിൽ മലക്കുകളെ കൊണ്ടും കിതാബുകളെ കൊണ്ടും നബിമാരെ കൊണ്ടും ഒക്കെയുള്ള വിശ്വാസം അവിടെ ഉണ്ട്. പക്ഷെ ഇതാണ് വേഗം പറയാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആഖിറത്തിൽ വിശ്വാസം ഉണ്ടായാൽ പിന്നെ ആ മനുഷ്യന്റെ ജീവിതം ശരിയാവും. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا.
നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു. മഹ്ശറിനെ പറ്റി അള്ളാഹ് അങ്ങനെ പറയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ദാലിക്കൽ യൗമുൽ ഹഖ്, ആ ദിവസം സത്യമായിട്ട്. ഞാൻ നിങ്ങളൊന്ന് ഒറ്റക്ക് ആലോചിച്ചു, ആ ദിവസം സത്യല്ലേ? നമ്മൾ എന്ത് ഒരുങ്ങി അങ്ങോട്ട്, നമ്മൾ എന്ത് തയ്യാറായി? അതുണ്ട് എന്ന് പറയുന്നത് പരിശ്രമങ്ങളൊക്കെ അവിടെ പോണം. അള്ളാഹു നമ്മളോട് പറയുന്നത് ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ആരെങ്കിലും ഇവിടുന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം, അവർക്ക് ചെന്ന് ചേരാനുള്ള ഒരു സ്ഥലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊള്ളട്ടെ. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, ഒരു മആബ് അത് ഇവിടുന്ന് ഉണ്ടാക്കണം. അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, ആഖിറത്തിലുള്ള വിശ്വാസം, കാരണം ആഖിറം കാണാനില്ല. ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ്, ഇതിന്റെ കുറവുകൾ, ഇതിന്റെ വിശപ്പ്, ഇതിന്റെ പദവി, ഇതിന്റെ അംഗീകാരം, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ കുറവ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ഒരാളെ നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നിന്ദിച്ചു, നമുക്ക് അങ്ങനെ ടെൻഷൻ ആയിരിക്കും. ഇതൊന്നും നിന്ദ്യതല്ല. സാറുമാർ, സ്നേഹമാരെ, യഥാർത്ഥ നിന്ദ്യത ആഖിറത്തിലാണ്. ആഖിറത്തിലെ നിന്ദ്യത നാം നമ്മളെ കാക്കുമാണ്. അവിടെ നിന്ദ്യനായി പോകാൻ എത്ര മോശമാണ്. കാലാകാലത്തേക്ക് നിസ്സാരനാവുക, കാലാകാലത്തേക്ക് നഷ്ടവാളിയായി പോവുക. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ മൂലമാകുമ്പോഴാണ് ആ മനുഷ്യൻ ആഖിറത്തിലേക്ക്. സഹാബാക്കൾ ഇതായിരുന്നു. ഏത് വിഷമം വരുമ്പോഴും സാറില്ല, അവിടെ തുമ്മിപ്പോ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഏത് ത്യാഗത്തിനും റെഡിയായി അവരുടെ മുന്നിൽ സ്വർഗം പറഞ്ഞു കൊടുത്താൽ. അതുകൊണ്ടാണ് ഖുർആൻ അടിക്കടിക്ക് സ്വർഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ. നിങ്ങളെ ലക്ഷ്യം അതാണ്. സത്യത്തിൽ ലക്ഷ്യമില്ല നമുക്ക്. നമ്മളൊക്കെ ഒരു ഭാഗത്ത് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ലക്ഷ്യം, ഇന്ന് ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? കച്ചവടം ചെയ്താൽ കിട്ടും. അതുകൊണ്ട് ആളുകൾക്ക് യാത്ര ചെയ്യൽ പ്രശ്നമല്ല. വെറുതെ കച്ചവടം പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ 4 മാസത്തേക്കൊക്കെ പോകുന്നുണ്ട്, വലിയ പൈസ ചെലവാക്കി. ഞാൻ മലേഷ്യക്ക് പോകണം, എന്തിനായാലും ഒരു കച്ചവടം എന്തെങ്കിലും നോക്കണം, വലിയ പൈസ ചെലവ്. എന്നിട്ട് പോയി വന്നിട്ട് ചോദിച്ചാൽ എന്തായിരുന്നു? ഒന്നും എല്ലാവരും ശരിയാവില്ല. അതിനൊന്നും ആൾക്കാർക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം അവരുടെ മുന്നിൽ ലക്ഷ്യമുണ്ട്. ലക്ഷ്യത്തിനോട് ഏത് മനുഷ്യനും യാത്ര. സഹാബക്കൾ അല്ലാഹു അവർ യാത്ര ചെയ്തത് ലക്ഷ്യം ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ അള്ളാഹും ആഖിറവും അതിന്റെ മുന്നിലുള്ള കാലാകാല ജീവിതം അവരുടെ മുന്നിൽ ലക്ഷ്യമായിരുന്നു. നിങ്ങൾ ഒറ്റ കാലം ചോദിക്കാതെ ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിത്ത് റളിയല്ലാഹു അൻഹു, അവരെങ്ങനെയായിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഞാൻ എന്നും ആലോചിക്കുന്ന, ഇടക്കിടക്ക് ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയായിരിക്കും അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക? കാരണം അവർക്ക് യഖീനായ കാര്യമാണ് ഇനി വരൂല. അവർക്ക് യഖീനായ കാര്യം ഇനി വരൂല. നമ്മൾ വിചാരിക്കരുത് വേറെന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ വേറെന്തോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അല്ലല്ല, ഒരു നമ്മളെ പോലുള്ള മനുഷ്യരാണ്. വിചാരവും വികാരവും സ്നേഹവും ഒക്കെ അവർക്കുണ്ട്. സഹാബകളുടെ താരീഖ് വായിച്ചാൽ മനസ്സിലാവും, നമുക്കും നമ്മളെ ഭാര്യമാരോട് സ്നേഹമില്ല. നമുക്ക് ഭാര്യമാരില്ലാതെ നിൽക്കാൻ കഴിയും. നമ്മൾ ഗൾഫിലൊക്കെ എത്ര കൊല്ലം നിൽക്കുന്നുണ്ട്. സഹാബകളെ പറ്റി അങ്ങനെ ഉണ്ടാവില്ല. ഒരു 2 ഭാര്യമാർ 3 ഭാര്യമാർ, അങ്ങനെ ചിന്തിക്കരുത്. എന്തായാലും അവിടെ വരില്ല, ഉറപ്പായിട്ടും. നമ്മൾ സാധാരണ പറയും, ഞാൻ ഇപ്പൊ ദുബായിക്ക് പോവാം, നീ നേരെ ഉമ്മറക്കാട് വന്നോണ്ട് ഞാൻ അങ്ങോട്ട് വരണേ, മക്കത്തുനിന്ന് കാണാട്ടോ എന്ന് പറയും. എല്ലാവർക്കും പ്രശ്നമില്ല. നമ്മളെ മുന്നിൽ ഫുൾ റെഡിയാണ്. മക്കത്തേക്കുള്ള വിസ ഭാര്യക്ക് റെഡിയാണ്. നമുക്ക് ദുബായ് വഴി മക്കത്തേക്കുള്ള വഴി എളുപ്പമാണ്, നമുക്ക് ഉറപ്പാണ്. ഇതേപോലെ സഹാബക്കൾ പറയണം, ഈ ഒന്നും ഞാനും ഒന്നും നമുക്ക് അവിടുന്ന് കാണാം. അവർക്ക് യഖീനായ കാര്യമാണ്. അവർ ജീവിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ അവർക്ക് അവരുടെ താൽക്കാലികമായ അവസ്ഥകളായിരുന്നു. അപ്പൊ ചോദിക്കും, അവർക്ക് ദുനിയാവില്ലായിരുന്നോ? സാർമാരവർക്ക് ദുനിയാവ് ഉണ്ടായിരുന്നു. ഒരാളും ദുനിയാവിനെ ഒഴിവാക്കിയിട്ടില്ല. ദീൻ ഒഴിവാക്കാനും പറയുന്നില്ല, ഹൃദയത്തിലേക്ക് കയറ്റരുത് മാത്രമേ പറയുള്ളൂ. ദുനിയാവ് വന്നോട്ടെ, പോയിക്കോട്ടെ, അവർക്കൊരു പ്രശ്നമില്ല. പിന്നെ മുഖദ്ദറിൽ എഴുതിയ ദുനിയാവ് എന്തായാലും വരും. ആഖിറം മുഖദ്ദറിൽ എഴുതിയത് ആണെന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റൂല. അധ്വാനിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിന് അതിന്റെ ചെറിയ പരിശ്രമങ്ങൾ ചെയ്തു കൊടുത്താൽ അങ്ങനെ വന്നോളൂ. നമ്മൾ ഭയങ്കര ശക്തമായ പരിശ്രമം ചെയ്താൽ ദുനിയാവ് കിട്ടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, സഹാബാക്കൾ ഹിജ്റ പുറപ്പെട്ടു. ഒരു ഹിജ്റ പുറപ്പെട്ടു. സത്യത്തിൽ ഹിജ്റ പോവാന്നൊക്കെ നമ്മൾ വളരെ സമാധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഹിജ്റ എന്ന് പറഞ്ഞ വഴിയാവും. നമ്മൾ കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് നമ്മളതെല്ലാം വിട്ടിട്ട്
ചിലരെ ഭാര്യമാരില്ല, ചിലരെ മക്കളില്ല, ചിലരെ കുടുംബക്കാരില്ല. സമ്പത്ത് കാരണം അന്നത്തെ പോലെ അല്ല ATM കടയ്ക്ക് പോകാനൊന്നും പറ്റില്ല. എന്താണോ കുതിരപ്പുറത്തുള്ളത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തുള്ളത് അത് മാത്രമല്ല, ബാക്കിയൊക്കെ ഇവിടെ വിട്ടിട്ട് പോവാണ്. ഇവിടുന്ന് ഒരാൾ പോവാണെങ്കിൽ അയാൾക്ക് ഒരു തോട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റൂല. ഒരു കട ഉണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ മൊത്തം വിട്ടിട്ട് തിരിച്ചു വരാത്തൊരു വരപ്പോക്ക്. നമ്മൾ ചില്ല പോകുമ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നം, തിരിച്ചു വരാത്തൊരു പോക്ക് പോവാണ്. അങ്ങനെ സഹാബാക്കൾ പുറപ്പെട്ടു പോയി. എല്ലാവരും മദീനയിലെത്തി. മുഹാജിരിങ്ങൾക്ക് എല്ലാവർക്കും തീരുമാനിച്ചു കൊടുത്തു. സഹാബാക്കൾ പറയുന്നുണ്ട്, ആഹാ ബൈനന, ഞങ്ങളുടെ ഇടയിൽ സഹോദരന്മാരാക്കി തന്നു. എന്നുവെച്ചാൽ നിങ്ങളും ഇയാളും. വിവിധങ്ങൾ ശാസനങ്ങൾ വളരെ തർത്തീവിലാണ് ചെയ്തത്. മക്കത്ത് അത്യാവശ്യം സൗകര്യത്തോടൊക്കെ ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സെറ്റപ്പൊക്കെ ഉള്ള ആൾക്കാരെ ഏതായാലും മക്കത്തും സുഖമായി ജീവിച്ചാൽ എന്നാൽ ഇവിടെ ഈ പാവപ്പെട്ടവന്റെ കൂടെ നിന്നിട്ട് ഒന്നും ചെയ്തില്ല. വിവിധങ്ങൾ ശാസനങ്ങൾ ഓരോരുത്തരുടെ ആ ഖദർ, ഓരോരുത്തരുടെ മൻസിൽ അത് മനസ്സിലാക്കി പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അൻസാരികളുടെ വലിയ സമ്പന്നനായ സഹാബി, അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. മാഷാ അല്ലാഹ്, അൻസാരികൾ ലോകത്ത് തുല്യതയില്ലാത്ത ആൾക്കാർ. ലോകത്ത് അല്ലാഹു അക്ബർ. നമ്മളൊക്കെ നമ്മളെ നാട്ടിൽ ആരെങ്കിലും വന്ന് ഒരു വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തെയ്യും? നമ്മൾ 5 or 10 കൊടുത്ത് നമ്മൾ വീടും. ഒരു നാടൊന്നും മൊത്തം ദത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളോട് കഴിയില്ല. അൻസാരികളിൽ വന്ന മനുഷ്യർക്ക് മുഴുവനും അവരുടെ സ്വന്തം വീടുകൾ, അവരുടെ സ്വന്തം തോട്ടങ്ങൾ ഇതെടുത്തോളൂ, ഇതിന്റെ പകുതി എടുത്തോളൂ. കാരണം അള്ളാഹുവിന്റെ റസൂൽ ശാസ്ത്രങ്ങളെ എന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്നല്ല, നിങ്ങൾ എനിക്ക് ഏൽപ്പിച്ചെന്നതാണ്. അതുകൊണ്ട് എന്റെ പകുതി എല്ലാവരും ഒരു സഹാബിന്റെ പോലും മുഖം കറുത്തിട്ടില്ല. കുടുങ്ങിയോ ഇല്ല, ചിന്തിച്ചിട്ടില്ല ഒറ്റ സഹാബി. എന്താണ് ഈ തെളിവ്? പിന്നീട് നടന്നൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു യുദ്ധം ചെയ്യാതെ ഒരു ഫൈക്കിന്റെ സ്വത്ത് കിട്ടി. അത്യാവശ്യം നല്ല സമ്പത്തുണ്ട്. അപ്പൊ ആ സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം നബി ശാസ്ത്രം തങ്ങൾക്കാണ്. കാരണം ഒരു പരിശ്രമം നടന്നിട്ടില്ല. നബി ശാസ്ത്രം തങ്ങൾക്ക് അത് വീതം വെക്കാത്തത് തങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ സമ്പത്ത് മുഴുവൻ അൻസാരികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഈ സമ്പത്ത് മുഴുവനും മുഹാജിരിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആലോചിക്കുക. അവർക്കുള്ള പകുതി ഏതായാലും കൊടുത്തു വന്നപ്പോൾ ഇനി സത്യത്തിൽ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മളെ മസലനുസരിച്ച് ഇവര് കുറെ കൊടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അൻസാരികൾക്ക് കൊടുക്കാതാ പറയുന്നത്. പക്ഷെ നിബിധങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, മുഹാജിരിങ്ങൾക്ക് ഇത് മുഴുവൻ ഞാൻ കൊടുക്കാം. എങ്ങനെ ഞാൻ വിചാരിക്കുന്നു, അവർക്ക് വീതം വെച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പകുതിയും മറ്റതൊക്കെ ആയിട്ട് കൊടുത്ത നിങ്ങളെ സ്ഥലം, വീട്, അതൊക്കെ അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. എന്നാൽ നിങ്ങളെ മുതൽ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. മുഹാജിരിങ്ങൾക്ക് അവർക്കുള്ള സെറ്റപ്പിനുള്ള സാധനം കിട്ടും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഒരു അൻസാരികൾ മഷൂറച്ചു. അവരാലോചിച്ചപ്പം വന്ന തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും മുഴുവൻ സ്വത്തും മുഹാജിരിങ്ങൾക്ക് കൊടുക്കും. പക്ഷെ നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നൽകിയ സ്വത്ത് തിരിച്ചു തരാൻ പാടില്ല. ഞങ്ങൾ അവർക്ക് കൊടുത്തത് തിരിച്ചു തരാൻ പാടില്ല. ഇത് ഫുള്ള് മുഹാജിരിങ്ങൾ കൊടുക്കും. ഇങ്ങനത്തെ മനുഷ്യന്മാർ ലോകത്താരുണ്ട്. ഞങ്ങൾ പറയും അവരവരുടെ സഹോദരങ്ങളായ മുഹാജിരിങ്ങളെ ഇങ്ങനെയാണ് സ്നേഹിച്ചത്. എല്ലാം കൊടുക്കാൻ റെഡി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ മുഹാജിരിങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അലി റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. എല്ലാം മുഹാജിരിങ്ങളാണ്. നിങ്ങൾ താരീഖ് വായിച്ചു നോക്കി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒക്കെ ബറാബറിലുള്ളത്. ATM കാർഡ് ആരെയും ഇല്ല, കൊണ്ടുപോയത് മാത്രമേ ഉള്ളൂ. അതിനത്രയൊന്നും കൊണ്ടുപോകാനും പറ്റൂല. അപ്പൊ മുഹാജിരിങ്ങൾ എല്ലാവരും ഒരു സമന്മാരായിട്ടുള്ളത്. ഇനി പുതിയത് തുടങ്ങുകയാണ് മദീനത്തിൽ നിന്ന്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇത്ര വലിയ സമ്പന്നനാണ് അദ്ദേഹം, എന്റെ തോട്ടം അതിന്റെ, നിങ്ങൾ എടുത്തോളി, എന്റെ കച്ചവടത്തിൽ കൂടിക്കോളി എന്നൊക്കെ പറഞ്ഞു, കൃഷിയിൽ കൂടിക്കോളി എന്നൊക്കെ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വേണ്ട ഞാൻ മാർക്കറ്റ് ഒന്ന് പഠിക്കട്ടെ, മാർക്കറ്റിലേക്കുള്ള അതിന്റെ അവസ്ഥകൾ ആ സൗകര്യം ചെയ്തെന്നാണ്. മാർക്കറ്റിൽ പോയി അദ്ദേഹം ആലോചിച്ചു, കച്ചവടം ചെയ്യാൻ തുടങ്ങി. പാൽക്കട്ടികൾ കുറച്ച് വാങ്ങാൻ തുടങ്ങി, അതിങ്ങനെ വിൽക്കാൻ തുടങ്ങി, അത് പിന്നെ കൂട്ടി വാങ്ങി, അങ്ങനെ കച്ചവടം വീണ്ടും ചെയ്യാൻ തുടങ്ങി. ചെറിയ അത്രയേ ഉള്ളൂ മൂലധനം, റസൂൽമാൽ അത്രയേ ഉള്ളൂ. ഉള്ളതനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അന്ന് മാർക്കറ്റിൽ ആകെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല പോയത്, ഒരുപാട് സഹാബകൾ പോയിട്ടുണ്ട്. കച്ചവടക്കാരായ സഹാബകൾ, മുഹാജിരിങ്ങൾ അധികം കച്ചവടക്കാരായിരുന്നു. എല്ലാവരും ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനേക്കാൾ
വലിയ സമ്പന്നനായ ആര്? അബ്ദുറഹ്മാൻ ബിൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായി. ആ മാർക്കറ്റിൽ അന്ന് അബ്ദുറഹ്മാൻ ബിൻ റളിയല്ലാഹുവിന്റെ കൂടെ കച്ചവടം ചെയ്ത ഒരുപാട് സഹാബാക്കളുണ്ട്. ചോർക്കൊക്കെ ഉള്ള റേഷ്യോ അളവ് അള്ളാഹു അതിനെയാണ് കൊടുത്തത്. അബ്ദുറഹ്മാൻ ബിൻ റളിയല്ലാഹു മക്കത്തും പണക്കാരനായിരുന്നു, മദീനയിൽ എത്തിയപ്പോൾ അള്ളാഹു തആല പണക്കാരനാക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ പണക്കാരനായിരുന്നു, മദീനയിൽ എത്തിയപ്പോൾ അള്ളാഹു പണക്കാരനാക്കി. ബാക്കിയുള്ള സഹാബാക്കൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ മുഖദ്ദറായ തീരുമാനങ്ങളാണ്. ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് തരേണ്ടത് അത് അള്ളാഹു തന്നുകൊണ്ടിരിക്കും. ചില ആളുകളുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും കണ്ടാൽ ഓടി നടന്ന് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ലാസ്റ്റ് ഒന്നായിട്ട് എവിടെയെങ്കിലും ഇനി ഗസ്റ്റ് താലീമ് മുലാഖാത്തിന്റെ റാത്തായി ചെയ്യാന്ന് പറഞ്ഞിട്ട് കച്ചവടത്തിന്റെ ഒരു ഉസൂലും നോക്കാതെ കൊണ്ടുപോയി പൈസ കൊടുക്കും. ബാങ്കിലിട്ടാൽ പലിശ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതെങ്കിലുമൊക്കെ സാധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ കൈമേൽ പൈസ കൊടുത്തിട്ടുണ്ടാവും. അയാൾ എന്താ തരുന്നതെന്നൊന്നും അറിയില്ല, എങ്ങനെ തരുന്നതെന്നൊന്നും അറിയില്ല. കണക്കൂട്ടലുകളൊക്കെ പല കോലത്തിലാണ്. അയാൾക്കൊരു കണക്കുണ്ടാവും, 1,00,000 എത്ര രൂപ കൊടുക്കണം, ഒരു 2,000 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനൊരു കണക്കൊക്കെ കൂട്ടിയിട്ട് ഒരു മാസം 20,844 രൂപ തരും. പിറ്റത്തെ മാസം 19,000 സംതിങ് തരും. പിറ്റത്തെ മാസം അങ്ങനെ തരും. ഇത് കണക്കാണോ? നമ്മൾ വിചാരിക്കും കണക്ക് കൂട്ടി കറക്റ്റ് 36 രൂപ കണ്ടാൽ തരും. കണക്കൊന്നും ഒരു ഐഡിയ ഇല്ല. സാത്വികൾ അല്ലെങ്കിൽ ദീന് ആഗ്രഹിക്കണം വെച്ചാലാണ്. കാരണം ബാങ്കിലിടാൻ പറ്റൂല. എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ പറ്റിച്ചു പോയി വേറെ പറ്റിച്ചു പോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് 10 കൊല്ലം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇനി ഫുള്ള് ദീന്റെ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? ആ പൈസ മുഴുവൻ പോയിട്ടുണ്ടാവും. പിന്നെ പണി എന്താ പറഞ്ഞാൽ ബ്രേക്ക് എടുത്ത് എണ്ണ കടിച്ച് അയാളെ പേരേക്ക് ഇങ്ങനെ പോവാം ആ പൈസ ചോദിക്കാൻ വേണ്ടി. അങ്ങനെ അയാൾ 5,000 തരും, പിന്നെ ഒരു 8,000 തരും, പിന്നെ ഒരു 10,000 തരും. അങ്ങനെ അതിങ്ങനെ വാങ്ങുക, അതുകൊണ്ട് ഇങ്ങനെ ചെലവ് ചെയ്യുക. അങ്ങനെ അതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ വെക്കുക, എന്നിട്ട് 500 രൂപ എന്നും എടുക്കുക. എന്നാൽ അവസാനം റബ്ബർ ബാൻഡെങ്കിലും ബാക്കിയുണ്ടാവും. മനുഷ്യരിങ്ങനെ എത്ര മനുഷ്യരുടെ അധ്വാനാണ് പാഴാകുന്നത്. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിൽ നമുക്ക് യഖീനുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ പണിയെടുക്കണ ഒരാളെ ഇഖ്ലാസോട് കൂടി പണിയെടുക്കണം, അള്ളാഹു പാഴാക്കൂല. അത് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു പറഞ്ഞു. എന്തിനാ? സത്യത്തിൽ മാത്രം മതിയായിരുന്നു. നിർത്തിയില്ല. നിങ്ങളുടെ പാദങ്ങളെ പ്രതിസന്ധികളിൽ ഉറപ്പിച്ചു നിർത്തും. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ സൊസൈറ്റി എല്ലാവരും നിങ്ങളെ മോശക്കാരായി കണ്ടാൽ നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനെ സഹായിക്കുകയാണെങ്കിൽ സകല മനുഷ്യരുടെയും സകല പ്രതിസന്ധികളുടെ മുന്നിലും നിങ്ങൾക്ക് ഉറച്ച കാലോടുകൂടി നിൽക്കാൻ പറ്റും. ആകെ ചെയ്യേണ്ട ജോലി അള്ളാഹുവിനെ സഹായിക്കുക. അള്ളാഹിനെ സഹായിക്കാരണം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അത് ലക്ഷ്യത്തിലായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അത് വളരെ കർശനമായ നിലപാടാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ സഹാബാക്കളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവര് എന്ത് ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്ഥലത്ത് കുടുങ്ങിയിട്ടില്ല. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹ് ഇക്കും നോക്കും മാപ്പാക്കി തെറ്റ്, ഞാൻ നിങ്ങളൊക്കെ ഒരു വിശപ്പ് പറയും. സത്യത്തിൽ അതിന്റെ പേര് വിശപ്പ് എന്നല്ല. അള്ളാഹ് നമുക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു വിശപ്പ് നമുക്ക് തരാതിരിക്കാം. ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാം. നമ്മൾ രാവിലെ ഇപ്പൊ ഒരു മുട്ടയും അതേമാതിരി അപ്പം ഉണ്ടല്ലോ ചൂടുള്ള അതൊക്കെ ഇപ്പൊ തിന്നിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നാസ്തക്ക് നേരം പോയി നമ്മളിങ്ങനെ നോക്കും, 9 മണിയായല്ലോ എന്നൊക്കെ പറയും. കാരണം നമ്മൾ വെറുതെ തിന്നതാണ്. നമുക്ക് ഇനി നാസ്തക്ക് കുറച്ച് കഴിഞ്ഞ് ചോറ് ഉച്ചക്ക് കുറച്ച് നമ്മളൊരു വിശന്നിട്ട് കണ്ണാണിക്കാന്ന്. ഇതൊന്നും വിശപ്പല്ലേ വഴി. ദിവസങ്ങളോളം അപൂർവം പറയണേ ഞങ്ങൾക്ക് വിശപ്പായി. ഞങ്ങളിത് കൂടി തീരുമാനിച്ചു. സുഫന്റെ ആൾക്കാർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നിബിധങ്ങൾ സാധനങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ പോകുന്ന നിബിധങ്ങൾ സാധനങ്ങൾ വരുന്ന കണ്ടപ്പോൾ തന്നെ നിബിധങ്ങൾ സല്ലല്ലാഹു വീട്ടിൽ കുറച്ച് ഈത്തപ്പഴം അതിനൊരു തട്ടിലെടുത്തു. എന്നിട്ട് സാധാരണ കൊടുക്കൽ ഇതെല്ലാവർക്കും കൊടുത്തേക്കെന്ന് പറയലാണ് നിബിധങ്ങൾ സാധനങ്ങളെ പതിവ്. പക്ഷെ നിബിധങ്ങൾ സാധനങ്ങൾ അവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഫുള്ളില്ലാത്തതുകൊണ്ട് നിബിധങ്ങൾ സാധനങ്ങൾ തങ്ങളെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ തുടങ്ങി. ഒരു ഈത്തപ്പഴം ഒരാൾക്ക് അങ്ങനെ കൊടുക്കും.
അപ്പൊ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരത് തിന്നു. ഒരു ഈത്തപ്പഴം തിന്നുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് തന്ന ഈത്തപ്പഴം അത് ഞാൻ എന്റെ മടിയിൽ എന്റെ തുണിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇതങ്ങ് സാഹസനം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അബൂ ഹുറൈറ നീ കഴിച്ചോ എന്ന് ചോദിച്ചു. നിമിതങ്ങൾ സാഹസങ്ങളെ ശബ്ദങ്ങൾ നോക്കണം. തങ്ങളെ കൂട്ടുകാരെ പറ്റിയില്ലേ ശ്രദ്ധ, അത് നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കണം. നീ കഴിച്ചു ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. എന്താ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവരതിന്റെ ഉമ്മ വീട്ടിൽ വിശപ്പിലുള്ളത്, ഇത് ഉമ്മക്ക് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചു. നിമിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞ അബൂ ഹുറൈറ അത് നീ കഴിക്കും, നിന്റെ ഉമ്മക്ക് ഞാൻ വേറെ തരാം. ഞാൻ ഉമ്മക്ക് വേണ്ടി ഒരു ഈത്തപ്പഴം. ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. വിശപ്പ് കാരണം മസ്ജിദ് നബവിയിൽ കിടക്കുകയും ആളുകൾ മാനസികമായി മാനസിക രോഗാണെന്ന് വിചാരിച്ച് പെടലിയിൽ ഇങ്ങനെ ചവിട്ടുകയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി, ഇതാണ് അവരുടെ പട്ടിണിന്റെ അവസ്ഥ. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിലെ അഅ്മാലിൽ ഈ സംഭവം ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു നാടിന്റെ ഗവർണറായി, സിവിൽ സർവീസ് ഒക്കെ പിന്നെ പഠിച്ച് പാസ്സായി, IAS IPS ഒക്കെ കിട്ടി, അങ്ങനെ ഒരു ഗവർണറൊക്കെ ആയി. അങ്ങനെ സഹാബക്കൊക്കെ ഒന്നുമില്ല വഴി. ഉമർ റളിയല്ലാഹു അൻഹു എവിടുന്നാണ് ഈ സിവിൽ സർവീസും ഈ IPS IAS ഒന്നും പഠിച്ചില്ല. ഹിദായത്ത് കിട്ടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എല്ലാം ആര് തരും? അല്ലാഹു നൽകും. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. ആരെങ്കിലും അറിവനുസരിച്ച് പ്രവർത്തിച്ചാൽ, മൻ അമില ബിമാ അലിമ, അറിഞ്ഞതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ, അല്ലമഹുല്ലാഹു മാ ലം യഅലം, അവൻ അറിയാത്ത കാര്യം അല്ലാഹു അവന് പഠിപ്പിച്ചു കൊടുക്കും. വആതൈനാഹു മിൻ ലദുന്ന ഇൽമ, നമ്മൾ അവർക്ക് നമ്മുടെ ഭാഗത്തുള്ള അറിവ് നൽകുന്നു. അതൊരു അറിവാണ്. അപ്പൊ അല്ലാഹു തആല നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഗവർണറായി. ഒരു നാടിന് ഗവർണറിനെ ഒപ്പിക്കുന്ന ആൾ മാത്രമൊന്നല്ല, ആ നാടിനെ ഭരിക്കണേ, ഇന്നത്തെ കാലത്ത് മുഖ്യമന്ത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആ പ്രദേശത്തിന്റെ മുഴുവൻ ചുമതലക്കാരനായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വസ്ത്രം കൊണ്ട് മുഖം ഇങ്ങനെ തുടച്ചു. അങ്ങനെ മുഖം തുടച്ചപ്പോൾ മാർദ്ദവമായ ആ വസ്ത്രത്തിന്റെ ആ കർച്ചീഫിന്റെ മാർദ്ദവം മുഖത്ത് തട്ടിയപ്പോ അബൂ ഹുറൈറ പറഞ്ഞു, അബൂ ഹുറൈറ ഇന്ന് നീ കത്താൻ വസ്ത്രം കൊണ്ട് മുഖം തൊടുക്കാറില്ലേ? ഒരു കാലത്ത് നീ വിശന്നിട്ട് മസ്ജിദ് നബവിയിൽ കിടന്നിരുന്നു, ആളുകൾ നിന്റെ പെടലിൽ ചവിട്ടിയിരുന്നു, അത് നിനക്ക് ഓർമ്മയില്ലേ? ആരോട് പറഞ്ഞതാ? സ്വന്തത്തിനോട് പറഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ഏറ്റവും ക്വാളിറ്റിയിലെ കത്താൻ വസ്ത്രമാണ്. അതുകൊണ്ട് മുഖം തുടക്കാൻ മാത്രം എത്തിയ ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾ സഹാബകളുടെ താരീഖ് മൊത്തം വായിക്കും. ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, അതിന് സമ്പത്ത് ശരീരം ചെലവഴിച്ചവർ, അവരുടെ തലമുറകളെ അല്ലാഹു പാഴാക്കിയിട്ടില്ല. എങ്ങനെ അല്ലാഹു പാഴാക്കും? നമ്മളിന്ന് തലമുറനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദീനും ദീന്റെ പച്ചം ഒഴിവാക്കണേ. മക്കൾ സെറ്റപ്പ് ആണോ? ഒക്കെ സെറ്റപ്പായിട്ട് ഇൻഷാ അല്ലാഹ് അവർ പുറപ്പെടലുണ്ട്. ആ ഉറപ്പായിട്ട് പുറപ്പെടും. അത് പോയില്ലെങ്കിൽ ആൾക്കാരെന്ത് ചെയ്യും? ആൾക്കാരെന്താകും? വഴി കൊണ്ടുപോകും. കാരണം വല്ലാതെ വെക്കാൻ പറ്റില്ലത്. അന്നാണ് ഇത് ഫുള്ള് സെറ്റപ്പ് ആവുക. അത് വരെ സെറ്റപ്പ് ഉണ്ടാവില്ല. ശ്വാസം കടന്നു നിന്നാൽ പിന്നെ എന്തായി പോകാനുള്ള അതുവരെ മനുഷ്യർ സെറ്റപ്പ് ആവില്ല. മക്കള് അത് ഇത് ചെറുമക്കളെ പേരൊക്കെ നനച്ചു കൊടുക്കുന്ന പണിയാണ്. അവർക്ക് കുട്ടികൾക്ക് പേരുണ്ടെങ്കിൽ 7 വയസ്സായ വല്യാപ്പം ഇങ്ങനെ നനക്കാണ്. ഏത് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞാലും വെള്ളം നില കെട്ടിയിരുത്തലൊക്കെ ഉണ്ടല്ലോ, ആ പണി വാർപ്പിന്റെ മുകളിൽ കയറിയിട്ട് 7 വയസ്സായി. അതൊക്കെ ഒരു ആഗ്രഹമാണ്. സഹാബാക്കൾ അല്ലാഹുവിന് വേണ്ടി പണിയെടുത്ത മക്കൾ ആരും പാഴാക്കി. ജാഫർ റളിയല്ലാഹു അൻഹു പോയി ഞങ്ങളോട് പറഞ്ഞു, ചെറിയ മക്കളായിരുന്നു. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു എത്ര അവസ്ഥയിൽ എത്തിയറിഞ്ഞാൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന് സമ്പത്ത് പൈസ കൊടുത്തു. സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ബാപ്പന്റെ കണക്കൊക്കെ നോക്കുന്നതിനിടയിൽ പറഞ്ഞു, ജാഫർ റളിയല്ലാഹു അൻഹു മോനോട്, അബ്ദുല്ലാ ഈ എന്റെ ഉപ്പാക്ക് 1,00,000 ദിർഹമോ ദീനാറോ തരാണ്ടെന്ന്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു മോൻ, ഈ ചെറിയ കുട്ടിയും മരിച്ചു ഏതാണ് വാപ്പ, ഭയങ്കര ബാങ്ക് ബാലൻസും വലിയ സെറ്റപ്പ് ഒന്നും അതിന് മരിച്ചതല്ല. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ സുബൈർ റളിയല്ലാഹു അൻഹു മോൻ ഇബ്നു സുബൈർ അങ്ങനെ പറയാൻ പറ്റും. ഇബ്നു സുബൈറിനോട്, അതായത് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് പറഞ്ഞു, നിനക്ക് എപ്പോഴാണ് ആവശ്യം നീ എപ്പോ ചോദിച്ചോ, ഞാൻ തരാം.
അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ വാപ്പന്റെ കണക്കിങ്ങനെ നോക്കണതിന്റെ ഇടയിൽ പിന്നെയാണ് മനസ്സിലായത് അബ്ദുല്ലാഹിബിന് ജാഫറിന് വാപ്പ അങ്ങോട്ട് കൊടുക്കാന്നാണ്. അയാൾ ആലോചിച്ചു. 1,00,000 നമ്മൾ ആർക്കേടാക്കി കൊടുത്തു. അയാളെ മകൻ വന്നിട്ട് പറയണം, വാപ്പന്റെ ബുക്കിലുണ്ട് നിങ്ങൾ എന്റെ ഉപ്പാക്ക് 1,00,000 കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എന്റെ ബാക്കിയാവസ്ഥ. ഞാൻ 2 ദിവസം കഴിഞ്ഞോട്ടെ നേരത്തെ നിൽക്കായിരുന്നു നിന്നെ ചോദിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുക്കാണ്ട് മര്യാദക്ക് നോക്ക്, കണ്ണില്ലെങ്കിൽ നോക്കി ചോദിച്ചിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അബ്ദുല്ലാഹിബിന് ജാഫർ എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിലും ചോദിച്ചു ഞാൻ തരാം, ഇനി വേണമെങ്കിൽ എന്നല്ല അതെപ്പോ വേണമെങ്കിലും തരാം. പിന്നെ നോക്കുമ്പോൾ പറഞ്ഞു, അപ്പൊ അബ്ദുല്ലാഹിബിന് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാ മാറിപ്പോയതാണ്, ഈ ഉപ്പ നിനക്ക് തരാന്നാണ്. അപ്പൊ എന്റെ ഉപ്പക്ക് പൊരുത്തപ്പെട്ടു 1,00,000 ദിർഹമേ ഇന്നല്ല അന്ന് ഞാൻ പൊരുത്തപ്പെട്ടു. അപ്പൊ ഇപ്പുറത്തെ സഹാബി നമ്മളൊക്കെയാണ് പറയും വാപ്പത്തെ ബിലിങ്ങിനുള്ള മുഴുവൻ മുടിപ്പിച്ചു എന്ന് പറയും. ഈ സുബൈർ റളിയല്ലാഹുവിന്റെ കഥ വായിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവുക. ഫുള്ള് ചെലവാക്കൽ. എത്രത്തോളം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട്, സുബൈർ നിങ്ങളെ ചെലവൊക്കെ കുറച്ച് കൂടുണ്ട്. ആരാ പറഞ്ഞത്? മുൽഹിമു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് ഇൽഹാം നൽകപ്പെടുന്ന ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അത്ര ചെലവ്. എന്നാ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വേണ്ടായത് ബിലിങ്ങിന് പോയി വാപ്പ മുഴുവനും ഇത് പുള്ളില്ല ഇല്ല, അവർക്കൊന്നും ഇതിൽ പ്രശ്നമില്ല. എന്നാ ഇവിടെ പൊരുത്തപ്പെടുന്നില്ലേ, മാഷാ അല്ലാഹ്, നായോട് വലിക്കുക, അങ്ങനല്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉപ്പ നിങ്ങൾ പൊരുത്തപ്പെട്ടതിനും വേണ്ട, എന്റെ ഉപ്പന്റെ കട ഞാൻ തന്നെ വീട്ടിക്കൊള്ളാതെന്നു. നിനക്ക് വേണമെങ്കിൽ അവിടെ ഒരു തരിശുഭൂമി ഉണ്ട്, അത് വേണമെങ്കിൽ നിൽക്കില്ല. അബ്ദുല്ലാഹിബ്നു ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ, അതാണെങ്കിൽ അത് ഇതായിരുന്നു ഇവർ മക്കൾ ആരും പറ്റില്ല. അൻസാരികൾ തബൂക്കിലേക്ക് പോകുമ്പോൾ ഈത്തപ്പഴം പഴുത്ത് ഭാഗമായിട്ട് നിൽക്കണം. 3 സഹാബാക്കൾ പിന്തിയത് ഖുർആൻ പറയുന്നു. തീരുമാനം പിന്തിരിക്കപ്പെട്ട 3 ആൾക്കാരാണ് പറഞ്ഞു. അത് ഈ 3 ആൾക്കാരാണ്. അവരും ഒരിക്കലും ഈ ഈത്തപ്പഴം സാധനം കണ്ടിരുന്നില്ല. ഒരാൾക്ക് വിരുന്നേരം വന്നു, അങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നിട്ടാണ്. അവർ അല്ലാഹുവിന് വേണ്ടി മുഴുവൻ സഹാബാക്കളും പഴുത്ത് ഭാഗമായി 1 വർഷത്തെ അവരുടെ വരുമാനമാണ്. നെല്ലൊക്കെ കൊയ്തെടുക്കാൻ സമയമാകുമ്പോ അത് കൊയ്യാതെ പോയാൽ മഴ പെയ്താൽ എന്താ സംഭവിക്കുക? ആ ഫുള്ള് നെല്ല് എവിടെ ആയി പോവും? ചളിയിലായി പോവും, പിന്നെ കിട്ടൂല. ഇതേപോലെ ഈത്തപ്പഴം നിലത്ത് വീണാൽ കിട്ടൂല. പക്ഷെ സഹാബാക്കൾ പോയി. അതുകൊണ്ട് എത്ര കാലഘട്ടം കഴിഞ്ഞു, എത്ര വർഷം കഴിഞ്ഞു. ഹിജ്റ 9 തബൂക്ക് എടുക്കുന്നത്. അതെടുക്കാം. പക്ഷെ ബാക്കി ഇന്നത്തെ ഹിജ്റന്റെ 1400 സംതിങ് കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഈത്തപ്പഴം മദീനയിലെ ഈത്തപ്പഴം. കണ്ണും തലയും നമുക്കുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, കാണാന് ഭംഗിയില് പിന്നെ മധുരത്തിൽ ഒക്കെ അൽ ഖസീമിന്റെ ഈത്തപ്പഴം. സൗദി അറേബ്യയിലുള്ള ആളുകൾക്കറിയാം ഖസീമിന്റെ ഈത്തപ്പഴം വളരെ ടോപ്പ് ഈത്തപ്പഴമാണ്. പക്ഷേ ആളുകൾക്ക് വേണ്ടത് മദീനയിലെ ഈത്തപ്പഴം. ഞാൻ മദീനയിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പഴയ പോലൊന്നും സത്യസന്ധതയോട് കൂടി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഈത്തപ്പഴത്തിന് കച്ചവടം ഞാൻ നിർത്തിയാണ്. എന്തൊരു വിഷയം, ഇവിടെ അങ്ങനെ ഭയങ്കര റേറ്റ് ആണ് മദീനന്ന് കിട്ടാൻ. ആളുകൾ നമ്മളോട് മദീനന്റേതാണെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങണാണ്. അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. മറ്റൊക്കെ കസീമിന്റെയും മറ്റുള്ളിടത്തു നിന്നൊക്കെ മാർക്കറ്റിൽ വന്ന് മദീനയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ് വെക്കണം. അതുകൊണ്ട് സത്യസന്ധമായി എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ കച്ചവടം വളരെ കുറച്ചാണ്, അത്യാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മദീനന്റെ ഈത്തപ്പഴത്തിന് അത്ര വില. എന്താ കാരണം? തെച്ചു പോയതാണ് വെള്ളിയാപ്പാര്. അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു, എല്ലാ ഖൈറുകളും നൽകി. ഇന്ന് മക്കത്ത് മദീനത്തുള്ള ആൾക്കാർക്ക് എന്ത് ക്ഷാമാണുള്ളത് നിങ്ങൾ പറയും. നമ്മൾ വരെ അതിന്റെ ബർക്കത്ത് വാരിക്കൊണ്ടുവരാണ്. ഇത് നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നാ മനസ്സിലാവുക? അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവാക്കിയാൽ, അള്ളാഹുവിന്റെ ദീൻ സ്വന്തത്തിൽ ഉമ്മത്തിൽ ഉണ്ടാവാൻ വേണ്ടി ഒരാൾ അധ്വാനിച്ചാൽ അള്ളാഹു തആല മനുഷ്യനെ ഉറപ്പായിട്ട് സഹായിക്കും. ഇത് നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ പഠിച്ചു വെച്ചൊരായത്താണ്. അല്ലല്ല, ഇതിന് വലിയ ആകക്കാമ്പുണ്ട്. അള്ളാഹ് ആദ്യ ഷർത്ത് വെച്ച് അള്ളാഹു നീ അള്ളാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. നമ്മൾ സാധാരണ പറയാം, നീ വന്നാൽ കോയർത്തോളാം. കോയർക്കാനുള്ള നിബന്ധന എന്താണ് നീ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ
ഞാൻ നിന്നെ സൽക്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിബന്ധന ഇൻ അർഫ് ഷർത്ത് എന്നാണ് സാധാരണ തെക്കീവൊക്കെ വെക്കണേ കുട്ടികൾ പറയുന്നത്. എന്റെ ഗ്രാമർ പറഞ്ഞ ആൾക്കാർ പറയും ഇൻ അർഫ് ഷർത്താണ്. ഈ ഷർത്ത് ഉണ്ടെങ്കിലേ മറ്റത് ഒന്ന് പറയുക. നീ വരിക എന്നുള്ള സംഭവം ഉണ്ടായാലേ സൽക്കരിക്കുക എന്നുള്ള സംഭവമുള്ളൂ. ആദ്യം ഇൻ പറഞ്ഞു തുടങ്ങുന്ന കാര്യം തുടങ്ങണം. നീ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നെ ബഹുമാനിക്കും, ആദരിക്കും. അതേപോലെ അല്ലാഹു പറയും എന്ന് പറഞ്ഞ് നിർത്തി അത് മതിയായിരുന്നു. അല്ല അല്ലാഹു തആല പറഞ്ഞു വൈസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യൻ പ്രതിസന്ധി വരുമ്പോൾ പതറിപ്പോവുക, പതറ എന്ന് പറഞ്ഞാൽ കാലിടറൽ പതറലൊക്കെയാണ്. പതറാതെ നിർത്തും ഏതവസ്ഥയിലും. അത് നിർത്തുന്ന ആളാണ് ആര്? എപ്പോഴാണത്? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കും. അപ്പൊ ഇടർച്ച ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, പരീക്ഷണങ്ങളും അവസ്ഥകളും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുമോ അള്ളാഹു നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സാരമരസ്യന്മാരെ, ആഖിറത്തിലുള്ള മനുഷ്യന്റെ യഖീൻ, അത് മനുഷ്യന്റെ വിശ്വാസം, അതാണ് സത്യത്തിൽ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ധനം. നമുക്കൊക്കെ ആഖിറം വരാനുണ്ട്, ഞാൻ ആഖിറത്തിൽ എത്താനുണ്ട്. സഹാബാക്കളുടെ ജീവിതം അതായിരുന്നു. സഹാബാക്കളുടെ ജീവിതം അതായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ ആഖിറത്തിലുള്ള ആ യഖീൻ. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോണ സംഭവം നമുക്കറിയാം, അതായത് കിതാബിലുണ്ട്. അദ്ദേഹത്തിന് ആളുകൾ വളഞ്ഞു കൂടാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു മലന്റെ മുകളിൽ കയറി, ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സുഹൈബാണ്. ഉറക്കെ പറയും, ഞാൻ സുഹൈബാണ്. സുഹൈബ് നിങ്ങൾക്ക് അറിയല്ലോ, ഒരമ്പ് ഒരു വാഴാവില്ല. അമ്പെയ്തിൽ അത്ര നിപുണനായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. സുഹൈബ് ഭൂമി അമ്പെയ്തിൽ അത്ര നിപുണൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്പുകൾ തീരുന്നവരെ ഒരാളും ഞാൻ വിടില്ല. പിന്നെ ഈ വാളുണ്ടാവും, ഇതിനോട് ഞാൻ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഇതും മുറിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പോയാലേ എന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജീവപ്പേടില്ല ശത്രുക്കൾ അവിടെ നിന്നു. കാരണം ഞാൻ പറഞ്ഞത് സത്യം. പിന്നെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, നീ ഇവിടെ വന്നു സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദുനിയാവിന്റെ കണക്കൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി യുവന്മാർക്ക് എന്താ ആവശ്യമുള്ളത്? ദുനിയാവാണ് ആവശ്യമുള്ളത്. എന്നാ അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ ദുനിയാവ് ഞാൻ തരാം, എന്റെ മക്കയിലുള്ള സമ്പത്ത് കാര്യങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ എനിക്ക് സ്വസ്ഥമായി ഹിജ്റ ചെയ്യാനുള്ള വഴി ഒരുക്കി തരണം. ഇനി ഒരാളും എന്റെ ബാക്ക് വരാൻ പാടില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവ് കൊടുത്തു, ഹിജ്റ പോയി. മദീനയിൽ എത്തുമ്പോഴേക്കും നബിതങ്ങൾ സാസൻ തങ്ങൾ ഇങ്ങനെ വരികയെന്ന് വിചാരിച്ചോടി. അപ്പൊ ഇങ്ങനെ പറയാം, റബിഹൽ ബൈഅ റബിഹൽ ബൈഅ റബിഹൽ ബൈഅ. കച്ചവടം ഭയങ്കര ലാഭം, കച്ചവടം ഭയങ്കര ലാഭം, കച്ചവടം ഭയങ്കര ലാഭം. സഹാബാക്കൊന്നും മനസ്സിലായില്ല എന്താ ഇവിടെ റബിയ കച്ചവടം പറഞ്ഞു. അപ്പൊ ആയത്തിറങ്ങി, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവരുടെ വമിനന്നാസി മൻ യശ്രി നഫ്സഹു, അവരെ നഫ്സിനെ അവർ കച്ചവടം ചെയ്യാണ്. ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയത്തിറങ്ങി. കാരണം എന്താ, സമ്പാദിച്ച മുഴുവൻ കൊടുക്കണം അള്ളാഹ്ക്ക് വേണ്ടി. നമ്മൾ പോലെ സമ്പാദിക്കാണ്, എവിടെയെങ്കിലും കുറവ് വരുന്നുണ്ട് നമ്മൾ വേഗം വിടുകയാണ്. പരിശ്രമമൊക്കെ സത്യം തന്നെയാണ്, പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങൾ ഒരു സാധ്യ ഒരു ദീന്റെ പരിശ്രമം. ഞാൻ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഇരിക്കണ എന്നെ നിങ്ങളൊക്കെ അല്ലാഹു തആല തെരഞ്ഞെടുത്തതാണ്, യാദൃച്ഛികമായി വന്ന് വീണ് കുടുങ്ങിയതല്ല. നമ്മൾ തെരഞ്ഞെടുത്തതാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മളെക്കാൾ കഴിവുള്ള നമ്മുടെ നാട്ടിൽ, നമ്മളെ വീട്ടിലുണ്ടാവും ചിലപ്പോൾ നമ്മളെ അഞ്ചൻ, നമ്മളെ ജ്യേഷ്ഠൻ, അവർക്ക് ഭയങ്കര സെറ്റപ്പും നല്ല അഖലാഖും നല്ലതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്നെ തെരഞ്ഞെടുത്തത്? നമ്മൾ ഒറ്റ ആലോചിക്കും. നബിമാരെ തെരഞ്ഞെടുക്കാൻ അല്ലാഹു നിർത്തി. പിന്നീട് ദീനിന് വേണ്ടിയിട്ട് എന്നെ നിങ്ങളിൽ തെരഞ്ഞെടുത്തോടെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളെ എന്തായിരിക്കും ആഗ്രഹിക്കേണ്ടത്? എന്തായിരിക്കും ആഗ്രഹിക്കേണ്ടത്? ഇതൊക്കെ മനസ്സിലായിട്ടും നമ്മൾ മറ്റുള്ളവരെക്കാൾ നമ്മളെ ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് അതിന്റെ പിന്നാലെ കൂടുക. ഇതെങ്ങനെ അല്ലാന്റെ സഹായം ഉണ്ടാകുക? എങ്ങനെ അല്ലാന്റെ സഹായം ഉണ്ടാകുക? സഹായം വരാനാവുമ്പത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു ട്രെയിലർ വണ്ടി ഓടുങ്ങണോരൊന്ന് വിളിച്ചേക്കും. ഒരു ട്രെയിലർ വണ്ടി വലിയ ഒരു 16 ഏക്കറുള്ള ഒരു വണ്ടി വലുത് ഇങ്ങനെ ഉണ്ട്.
റോഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ബൈക്കാരൻ ഇങ്ങനെ അതിന്റെ ബാക്കിൽ അതിന്റെ പുകയൊക്കെ സഹിച്ചിക്കാൻ പറ്റും. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാറുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മുന്നിൽ ഇങ്ങനെ കയറുമ്പോണ്ട് ആ ഭാഗത്ത് നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വരും. ഇയാൾ എന്താ ചെയ്യാം? അത് വീണ്ടും ഇതിന്റെ ബാക്കിലേക്ക് തന്നെ പിടിക്കണം. ഇങ്ങനെ ജീവിച്ചു പോകണം. സത്യത്തിൽ ഒരു വിടലട് വിട്ടാൽ ആ വണ്ടി ക്രോസ് ചെയ്ത് പോയാൽ പിന്നെന്താ, അങ്ങനെ സുഖമായിട്ട് പോവാം. നമ്മളൊരു 4 മാസം പോയി ഒരു ഫിക്കറൊക്കെ ആയിക്കൊണ്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയൊരു വണ്ടി വരുമ്പോൾ നമ്മൾ കുപ്പായ കഴിച്ചു പിന്നെ എന്തിൽ കിടങ്ങും പിന്നെ നമ്മൾ ദുനിയാവും കാര്യങ്ങളൊക്കെ കയറും. പിന്നെ അതിലെങ്ങനെ വേണ്ട അങ്ങനെ പോകും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് വലിച്ച് കയറ്റി ഫിക്കറൊക്കെ ആയി ഒരു ചില്ലൊക്കെ അടിച്ചിങ്ങനെ വരുമ്പോഴത്തേനും അതിന് വേറൊരു വണ്ടി ഉണ്ടാവും. അതിന് പിന്നെയും കണ്ടെന്ന് അതിന്റെ മുട്ടിൽ തന്നെ ഇതൊന്നും അടിച്ച് വിടണ്ട വഴി. അത് വിട്ടാൽ അത് പോവും. നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും അത് പറഞ്ഞ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുപ്പായ കഴിച്ച് മാറ്റിയിട്ട് പിന്നെ ദുനിയാവ് തന്നെ. ചില ആൾക്കൊന്നും പിന്നെ ആ വയലിൽ നിന്ന് കയറാൻ കഴിയില്ല. ഇത് ചില ഒലമക്കൾ ഇതിന്റെ ദുനിയാവ് എന്ന് പറഞ്ഞ ചളിയാണ്. വയലിലൊക്കെ ഉണ്ടാവില്ല ചളി, മഴയൊക്കെ പെയ്താൽ അതിലൊരാളോട് വീണ് എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കാലിങ്ങനെ താഴെ കടുക്കും. പിന്നെ ആ കാല് കിട്ടണമെങ്കിൽ അടുത്ത കാല് അങ്ങോട്ട് വെച്ച് അതിന്റെ മേൽ വെയിറ്റ് കൊടുത്തിട്ട് ഇതിങ്ങനെ വലിക്കുമോ അതിങ്ങനെ അടിക്കുമോ. അങ്ങനെ കുറെ സാധ്യതകൾ വിചാരിക്കേണ്ടി പോണം. പക്ഷെ വയലിൽ നിന്ന് എന്താക്കാൻ പറ്റില്ല, കേറാൻ പറ്റില്ല. എപ്പെങ്കിലൊക്കെ സാധ്യതകളൊന്നും വലിച്ചു നോക്കും. പിന്നെ സാത്തിക്ക് തോന്നും ഞമ്മളും പോകുമെന്ന് തോന്നുമ്പോ സാത്തിക്ക് തെച്ചു പോകും. അങ്ങനെ ചളിയിൽ നിൽക്കണം എന്നതിന് മാറ്റുണ്ടാവും. പ്രശ്നം എന്തായാലും ഇതിലുണ്ടല്ലോ. സഹാബാക്കളുടെ താരീഖ് അതല്ലേ. കഷ്ടപ്പാടുണ്ടാവും, പ്രശ്നം ഉണ്ടാവും, ഉറപ്പിട്ടുണ്ടാവും. പ്രശ്നം എന്തുണ്ടാവും? മുആദ് റളിയല്ലാഹു അൻഹു എത്ര നല്ല സഹാബിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞാണ്, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിന് നിങ്ങൾ വെളിവാക്കിയതാണ്. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കേൾക്കുന്ന ആൾ പറയണം, അഹബ്ബക അല്ലാഹു അല്ലദീ അഹ്ബബ്തനി ലിഅജ്ലി, ഈ ആർക്ക് വേണ്ടിയിട്ടാണോ എന്നെ സ്നേഹിച്ചത് അല്ലാഹ് നിന്നെ സ്നേഹിക്കട്ടെ. അത് പഠിപ്പിച്ചെന്ന നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ ഒരു സഹാബിന്റെ മൊത്തോക്കിട്ട് പറയണം, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ ശാസ്ത്രങ്ങൾ പറയണം. അല്ലാഹ് മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. നമുക്ക് ഉഷാറില്ലല്ലോ. സ്വർഗത്തിലെത്തിയ ആളുള്ള പരിപാടി ഇവരൊക്കെ കാണലാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതല്ലാണ്ട് വേറെ എന്താണല്ലോ വെള്ളത്തിൽ ചാടാനും പഴം തിന്നാനും ഒക്കെ ഇടുന്ന വിചാരിക്കണെങ്കിൽ ഓരല്ലേ അതിന്റെ ആൾക്കാര് ഓരെ കൂടെ അങ്ങനെ നടക്കുക. നിബിധങ്ങൾ സാധനങ്ങളെ നുബുവത്തിന്റെ നാവുകൊണ്ട് പറയാൻ, ഇനി നിനക്ക് ഇഷ്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിബിധങ്ങൾ സാധനങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്. സഹാബ നിബിധങ്ങൾ സാധനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഫത്വക്ക് യോഗ്യനായ ഒരാളാണ്. നല്ല ആലിമാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നിബിധങ്ങൾ ശാസനങ്ങൾ MLA അയക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചോദിക്കും. ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യണം എന്നൊക്കെ പറയും. ആര്? മുആദ് റളിയല്ലാഹു അൻഹു, എനിക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യണം. നിബിധങ്ങൾ ശാസനങ്ങൾ പറഞ്ഞു, യാ മുആദ് അഖ്ലിസ് ദീനക യക്ഫീക അൽഅമലുൽ ഖലീൽ, മുആദ് നീ നിന്റെ പ്രവർത്തനത്തിൽ ഇഖ്ലാസിനെ മുറുകെ പിടിക്ക്. യക്ഫീക അൽഅമലുൽ ഖലീൽ, കുറഞ്ഞ അമലാണെങ്കിൽ അത് നിനക്ക് മതിയാവും. ചെറിയ സ്വർണത്തിന്റെ ചെറിയ കഷ്ണാണെങ്കിൽ അത് മതി. കുറെ വേസ്റ്റ് ആക്രികൾ ഉണ്ടായതിനേക്കാളും ഒരു കുടിച്ച് നിറച്ചു ആക്രിയുണ്ട്. ആക്രിയാണ് മനസ്സിലായില്ലേ? പഴയ സാധനങ്ങൾ, പൊട്ടി കസേര, സൈക്കിള്, ഒരു വലിയ കുടിച്ച് നിറച്ചുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു പിത്തളിന്റെ കുറച്ചുണ്ടെങ്കിൽ, പിത്തളിന്റെ കമ്പിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈ വലിയ കുടിച്ചിനേക്കാളും ചെറിയ അതിന് വലിയ വില ഉണ്ട്. ഇത് അമലിന്റെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എന്ത് മതിയും നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. കുറഞ്ഞ അമലാണെങ്കിലും അത് മതി, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ. നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആദ് ഞാൻ ഇനി നീ പോയി വരുമ്പോൾ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ നടന്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ. എന്നിട്ട് അവിടുന്ന് നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, മുആദ് നീ ഇനി മടങ്ങി വരുമ്പോ നീ എന്റെ മസ്ജിദ്, നീ എന്റെ ഖബറിന്റെ അടുത്തുകൂടെ ആയിരിക്കും നീ വരിക. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ആഗ്രഹിക്കൽ, ഞാൻ മരിക്കുമ്പോൾ ഇവിടെ എന്താണ് എന്റെ അടുത്ത് നിന്നാണ് നമ്മൾ ആഗ്രഹിക്കൽ. പക്ഷെ നിബിധങ്ങൾ ശാസ്ത്രങ്ങളിൽ
നീ പോയിക്കം വരാതെ മുആദേ, നീ എന്റെ ഖബറിന്റെ അടുക്കൽ കൂടിയേക്കും വരിക, നമ്മളിനി കണ്ടോളൊന്നുമില്ല. ഓ, നിങ്ങൾ ആലോചിച്ചു. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന് ജീവിതം നിബിധങ്ങൾ സാഹസങ്ങൾ എന്നാണ് ഒരു ദീൻ പഠിച്ചത്. ജീവിതത്തിന് ചെറിയ ഞെരുക്കും പ്രയാസമൊക്കെ ഉണ്ടായപ്പം ഭാര്യ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് അങ്ങനെ, നിങ്ങൾ എന്താ അങ്ങനെ, എല്ലാവരും സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ, നമ്മൾ കഷ്ടപ്പാടിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ല. ഇത് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഓരോ അല്ലാഹു തആല സൃഷ്ടിച്ച രീതി അതാണ്. ബാക്കി സഹാബാക്കളെ നോക്കിയിട്ടാണ് ആരോട് പറയുന്നത്. മുആദ് റളിയല്ലാഹു പറഞ്ഞു, പെണ്ണെ, ഞാനൊരു വലിയ നീണ്ട യാത്രക്കാരനാണ്, കുറെ മലയിടുക്കുകളൊക്കെ കയറി ഇറങ്ങാനുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ എന്റെ ലഗേജ് കുറക്കാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായോ? ഭയ ഉറങ്ങണല്ലോ, മനസ്സിലായില്ലോ? നിങ്ങളെന്താ ആൾക്കാർ വിളിക്കാത്ത? കാസർഗോഡ് പോയി ഇറങ്ങും പോയി, പിന്നെ ആ സാധനം അവിടെ നിന്ന് വണ്ടി വെച്ച് വരേണ്ടി വരും. ആ മുആദ് റളിയല്ലാഹു പറയണ, ഞാനൊരു മലയിടുക്കിലൂടെ യാത്ര ചെയ്യാണ്, കയറി ഇറങ്ങാൻ കുറെ മലയിടുക്കുകൾ കയറി ഇറങ്ങാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഭാരം കുറക്കാണ്. ഏതാണ് ആ മലയിടുക്കുകൾ? ഖബർ, മഹ്ശർ, മീസാൻ. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ പറഞ്ഞു? സഹാബാക്കൾ എങ്ങനെയാണ് ജീവിച്ചത്? ഓരോ വീട്ടിലും ഓരോ അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു യഖീനുണ്ട്, ഞാൻ ഇതിനൊക്കെ അനുഭവിക്കാൻ പോണ ഒരു സ്ഥലം തൊട്ടടുത്തുണ്ട്. അവിടെ എത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങാണ്. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഇരിക്കണം. നമ്മളൊക്കെ ഇവിടെ അധ്വാനിച്ചതിന്റെ കാണാൻ പോണ സ്ഥലം. അന്ന് കൊടുത്തവരൊക്കെ ഭാഗ്യവന്മാരേക്കും. എത്രയോ ആൾക്കാർ കൊടുത്തു പോയി. ഞാൻ പറഞ്ഞത് നമ്മളെ പണി ചെയ്തുകൊണ്ടിരിക്കുക, വഴികളൊക്കെ തുറന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ നോക്കി നിന്നോ അനങ്ങാൻ കഴിയില്ല. പ്രശ്നങ്ങളെ വെച്ച് കെട്ടുന്ന പണിയാണ് പിശാചിന്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ വിട്ടുകൊടുക്കും, നിങ്ങളല്ല നദീനെ സഹായിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങണതെങ്കിൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. അള്ളാഹ് സഹായിക്കാൻ തുടങ്ങിയ ആർക്ക് തടുക്കാൻ പറ്റും? അള്ളാഹു ചോദിക്കാൻ, നിങ്ങൾ അള്ളാഹ് സഹായിക്കാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നിങ്ങളെ അനുജനോ, നിങ്ങളെ ജ്യേഷ്ഠനോ, നിങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർക്കോ, നാട്ടുകാർക്കോ, ശത്രുക്കൾക്കോ ഒരാൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. നിങ്ങളെ അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളുടെ ഒരാൾക്കും മികക്കാൻ കഴിയില്ല. ഇനി അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാലോ നിങ്ങളുടെ ബാങ്ക് ബാലൻസും നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുമായുള്ള ബന്ധങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമയും നിങ്ങളുടെ സാമ്പത്തിക സെറ്റപ്പും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ടോ? അള്ളാഹ് ചോദിക്കാൻ, ഇത് നമ്മളോടാണ് ചോദിക്കുന്നത്. ആ യഖീൻ നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ദായി അയാളുടെ അവസ്ഥകൾ നോക്കി നിന്നായിട്ട് ഒന്നും നടക്കൂല. അയാൾ അല്ലാഹുവിലുള്ള ആലിയിലുള്ള യഖീനിൽ അയാൾ ചില തീരുമാനങ്ങൾ എടുക്കും. അതിന്റെ പിന്നിൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പടയേറ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു ഉറുമ്പ് പറഞ്ഞ വാക്കാണ്, ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. യാ അയ്യുഹൻ നംൽ, ഏ ഉറുമ്പിൻ കൂട്ടമേ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളി, പ്രവേശിച്ചോളി. ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു, സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ, നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അവർക്ക് അറിയില്ല. ഈ ഉറുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഇന്നും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതുന്ന ആൾക്കാർ ഖത്തം തീർക്കുമ്പോൾ ഈ ആയത്ത് വിട്ടാൽ ഖത്തം പൂർത്തിയാവില്ല. ഒരർഫിന് ഒരു നന്മ എന്ന് പറഞ്ഞത് ഇതിനും കിട്ടും. ഈ സംഭവം എന്തിനാണ് അല്ലാഹു പറഞ്ഞത്? ഒരു ഉറുമ്പ് അതിന്റെ കൂട്ടുകാർ അവര് നശിക്കാതിരിക്കാൻ വേണ്ടി ഫിക്ർ ചെയ്തതിന്റെ കാര്യത്തിൽ ഒരു ഉറുമ്പ് ഫിക്ർ ചെയ്ത് അതല്ലാഹു പറയാണ്. ഈ മുഅ്മിനീങ്ങളോട് പറഞ്ഞുതരാൻ. അപ്പൊ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഫിക്ർ വെക്കണ ഒരു അവസ്ഥ എന്താണ്? ഉമ്മത്തിന്റെ അവസ്ഥ അറബ് ജമാഅത്തിന്റെ ആയിരുന്നു നമ്മളെ കൂടെ. അതിലൊരു ആര്യമുണ്ട്, റിയാദ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിങ്ങനെ ഓദിച്ച ഒരു ദിവസം പറഞ്ഞു, സത്യത്തിൽ നമ്മളോട് ഇതേ വാക്ക് പറഞ്ഞു, നമ്മളും ജനങ്ങളോട് പോയി പറയണം, യാ അയ്യോ അന്നാസ് ഉദ്ഖുലൂ മസാജിദക്കും, നിങ്ങൾ നിങ്ങളെ പള്ളിക്ക് കയറിക്കോളി. ലാ യഹ്തിമന്നകും ശൈത്താനു വജുനൂദുഹു വഹും യശ്ഉറൂൻ, ശൈത്താനും അവന്റെ പടയാളികളും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ, അവര് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്.
ഇത് ജനങ്ങളോട് പോയി പറയേണ്ട പണിയാണ് നമുക്ക്. കയറിക്കൊളി മുതുകുറു മസാജിദക്കും, നിങ്ങളെ പള്ളിയിലേക്ക് കയറിക്കൊളി. സാധാരണ സ്ത്രീമാരെ ഇത് പറയാൻ ആരുള്ളത്? ചെറുപ്പക്കാരെങ്ങനെ അവിടെ ഉള്ളത്? ഗഫ്ലത്ത് മരിച്ചോണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഗഫ്ലത്ത് മരിച്ചു. നമ്മൾ പറയണെങ്കിൽ ബദറുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. തബൂക്കൊക്കെ ഞാൻ എന്നോ പോയിണ്ടാവുക. അള്ളാഹു ആകട്ടെ.